അപ്പോൾ മക്കളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാത്സിലെ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ എന്തൊക്കെ പറയും? അതിൻ്റെ ട്രിഗ്നോമെട്രിയുടെ ഡെഫിനേഷൻ പറയുന്നുണ്ട്, ഇൻട്രൊഡക്ഷൻ ഒരു പോർഷൻ ഉണ്ട്, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ട്രിഗ്നോമെട്രി ആംഗിൾസ്, ട്രിഗ്നോമെട്രി ടേബിൾ, ട്രിഗ്നോമെട്രിക് ഫോർമുലാസ്, ട്രിഗ്നോമെട്രി ബേസിക്സ് ആൻഡ് ട്രിഗ്നോമെട്രി എക്സാമ്പിൾസ്, ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി, കൺക്ലൂഷൻ. അപ്പം നിങ്ങളിപ്പോൾ ചോദിക്കും, ഈ ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് 10th മാത്രം ഉള്ള ഒരു കൺസെപ്റ്റ് ആണോ അല്ലെങ്കിൽ വേണ്ട ഒരു കൺസെപ്റ്റ് ആണോ എന്ന് വെച്ചാൽ അല്ല, ഒരിക്കലും അല്ല. +1 +2 വേണം, അവർക്ക് മാത്രം മതിയോ? അല്ല. ഡിഗ്രിക്കാർക്ക് വേണം, അവർക്ക് മാത്രം മതിയോ? അല്ല. കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഇത് ആവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഒന്നുകൂടെ പറയുന്നത്, ഡെഫിനേഷൻ നമ്മൾ നോക്കുന്നുണ്ട്, ഇൻട്രൊഡക്ഷൻ നോക്കുന്നുണ്ട്, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഉണ്ട്, ട്രിഗ്നോമെട്രിക് ആംഗിൾസ്, ട്രിഗ്നോമെട്രിക് ടേബിൾ, ട്രിഗ്നോമെട്രിക് ഫോർമുലാസ്, ട്രിഗ്നോമെട്രിക് ബേസിക്സ്, ട്രിഗ്നോമെട്രിക് എക്സാമ്പിൾസ്, ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി, കൺക്ലൂഷൻ. ഇപ്പൊ ട്രിഗ്നോമെട്രി എന്ന് പറയുമ്പോൾ ട്രിഗ്നോ മീൻസ് ട്രയാങ്കിൾ അല്ലെ, ത്രികോണം. ഈ ട്രയാങ്കിൾസിനെ വെച്ചുള്ള മെട്രി എന്ന് പറയുമ്പോൾ കാൽക്കുലേഷൻസ് ആണ്. അപ്പം ട്രയാങ്കിൾസിനെ വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഓക്കെ, ആദ്യം പറഞ്ഞ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച് ആണ് മാത്തമാറ്റിക്സിൽ. അത് ഡീൽ ചെയ്യുന്ന എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സും അതിന്റെ റിലേഷൻസ് ഒക്കെയാണ്. അപ്പോൾ ട്രയാങ്കിളിന് നമുക്ക് അറിയാം 3 വശങ്ങളുണ്ട്. ഒരു ആംഗിൾ ഉണ്ട്, തീറ്റ ഉണ്ട്, അത് കൂടാതെ അഡ്ജസ്റ്റന്റ് ആംഗിൾ ഉണ്ട്, ഓപ്പോസിറ്റ് ആംഗിൾ ഉണ്ട്, ഹൈപ്പർടെന്യൂസ് ആംഗിൾ ഉണ്ട് അല്ലേ. ഇനി ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ബ്രാഞ്ച് ബേസിക്കലി ഈ സൈഡ്സും അതിന്റെ ആംഗിൾസിന്റെ റിലേഷൻ ആണ് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഒരു നോൺ ടേംസ് തന്നിട്ട് മിസ്സിംഗ് ആയിട്ടുള്ള ടേംസ് കണ്ടുപിടിക്കുക. പിന്നെ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് കാൽക്കുലേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആംഗിൾസ് എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി ഉണ്ട്, 30 ഡിഗ്രി ഉണ്ട്, 45 ഡിഗ്രി ഉണ്ട്, 60 ഡിഗ്രി ഉണ്ട്, 90 ഡിഗ്രി ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസിക് തീറ്റ, സിക് തീറ്റ, കോട്ട് തീറ്റ. ടാൻ്റെ എന്താണോ അതിൻ്റെ 1/, എടുത്താൽ ഏത് കിട്ടും? കോട്ട് കിട്ടും. കോസിൻ്റെ 1/, എടുത്താൽ സീക്ക് കിട്ടും. അതുപോലെ സൈനിൻ്റെ 1/, എടുത്താൽ കൊസീക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആദ്യമേ സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. സൈൻ 30 1/2. സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. 180 ഡിഗ്രി, സൈൻ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. വീണ്ടും റെപ്പറ്റേറ്റ് ചെയ്തു അല്ലേ. സൈൻ 270 എന്ന് പറയുമ്പോൾ എന്താണ്? -1 ആണ്. സൈൻ 360 എന്ന് പറയുമ്പോൾ 0 ആണ്. ഓക്കെ, കോസ് ആണെങ്കിലോ, കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. കോസ് 30 √3/2 ആണ്. കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അതിൻ്റെ 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. കോസിൻ്റെ 180 എന്ന് പറഞ്ഞാൽ -1 ആണ്. കോസിൻ്റെ 270 എന്ന് പറഞ്ഞാൽ 0 ആണ്. കോസിൻ്റെ 360 എന്ന് പറഞ്ഞാൽ 1 ആണ്. ടാൻ ആണ് എടുക്കുന്നതെങ്കിലും ടാൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ടാൻ 30 1/√3, അതിൻ്റെ 45 ആണെങ്കിൽ 1 ആണ്. √3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആണ്. 90 ഡിഗ്രി എന്ന് വെച്ചാൽ നോൺ ഡിഫൈൻഡ് ആണ്. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0 ആണ്. 270 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം. നമ്മളിതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ +2 ഫിസിക്സിൽ പഠിക്കുന്ന പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. പ്രൊജക്റ്റൈൽ മോഷനിൽ ടാൻ വാല്യൂ ആണ് എടുക്കുന്നത്. ഓക്കെ, എത്രത്തോളം ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്താൽ എത്രത്തോളം മാക്സിമം റേഞ്ച് അതിന് കവർ ചെയ്യാൻ പറ്റും എന്നുള്ള പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഈ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ജാവലിൻ ത്രോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഏത് ആംഗിൾ വെച്ച് അവർ ത്രോ ചെയ്താൽ എത്ര മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യും, റേഞ്ച് കവർ ചെയ്യും എന്നുള്ളത്. അപ്പോൾ അവിടെ പറയുന്നത് ഇതാണ്, ടാൻ 45, അതായത് 45 ഡിഗ്രിയിൽ വാല്യൂ എത്രയാണ്? ടാൻ തീറ്റയുടെ 1 ആണ്. അപ്പോൾ മാക്സിമം അവിടെയാണ് കിട്ടുന്നത്. അപ്പോൾ 45 ഡിഗ്രിയാണ് മാക്സിമം പ്രൊജക്ഷൻ മോഷൻ. അതുപോലെ ടാൻ്റെയും സൈൻ്റെയും കോസിൻ്റെയൊക്കെ യൂസ് എന്താണ് എന്ന് പലരും തമാശ കേൾക്കുന്ന സിനിമകളിലൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് വരുന്നത്? ഇപ്പോൾ നമ്മൾ പലവരും ഉപയോഗിക്കുന്ന ഡെസ്ക് ബെഞ്ചസ് ഒക്കെ ഒരു സ്ലോപ്പ്, പർട്ടിക്കുലർ സ്ലോപ്പിൽ പുസ്തകം വയ്ക്കുന്നു. അത് എത്ര സ്ലോപ്പ് കഴിഞ്ഞാൽ ആ ബുക്ക് ചരിഞ്ഞ് താരേക്ക് വീരും എന്നറിയണമെങ്കിൽ ആംഗിൾ ഏതാ മെഷർ ചെയ്തത്? ടാൻ തീറ്റയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ടാൻ 90 എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഫിനിറ്റി ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ 90 ബെൻഡ് ചെയ്താൽ അത് പെട്ടെന്ന് ഇങ്ങനെ വരും. പക്ഷേ 0-ലാണ് നിൽക്കുന്നതെങ്കിൽ എന്താണ്? ഒരു ബെൻഡും ഇല്ല, ഒരു ആംഗിൾ ഇതില്ല, അതുകൊണ്ട് ഒരു ബെൻഡും ഇല്ലാത്തത് കൊണ്ട് സ്മൂത്തായിട്ട് അത് അവിടെ ഇരുന്നോളും. അപ്പോൾ അതുകൊണ്ട് ടാൻ തീറ്റ 0 ആയിട്ടാണ് നമ്മളെ മിക്ക സ്കൂളുകളിലെയും ഒക്കെ കോളേജുകളിലെയൊക്കെ ഡെസ്കും ബെഞ്ചും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം
അതിൻ്റെ ആപ്ലിക്കേഷൻ. അതുപോലെ സൈൻ തീറ്റയിലും കോസ് തീറ്റയിലും ഇപ്പോൾ കടലിലെ ആരം എടുക്കാനും, അതുപോലെ ഒരു ലൈറ്റ് ഹൗസ്, അതിൽ നിന്ന് നമ്മൾ ലൈറ്റ് ഹൗസ് പണ്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്, നമ്മൾ നാവിഗേഷന് വേണ്ടി അല്ലേ. അപ്പോൾ പണ്ടത്തെ കാലത്ത് ലൈറ്റ് ഹൗസ് ആണ്. ഇന്നത്തെ പോലെ GPS ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഉൾക്കടലിൽ പോണവരെ എങ്ങനെ അത് റിയലൈസ് ചെയ്ത് ഇത്ര ഡിസ്റ്റൻസ് ഇനി കവർ ചെയ്യാനുണ്ട്, ഇതെല്ലാം കണ്ടുപിടിച്ചിരുന്നത് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ഒരു റിയലേഷൻ വെച്ചാണ്. അപ്പോൾ അവിടെ നമുക്കൊരു എന്താ പറയുക, ബേസ് ഓപ്പോസിറ്റും ഹൈപ്പോട്ടന്യൂസും ക്രിയേറ്റഡ് ആവുന്നുണ്ട്. ഒരു ട്രയാങ്കിൾ ഫോം അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ എവിടെ പറ്റുന്നുണ്ടോ അവിടെ എല്ലാം നമുക്ക് ട്രിഗ്നോമെട്രിക് ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും ടാൻ തീറ്റയുടെ ഒക്കെ ഓപ്പോസിറ്റ് ആണ് കൊസീക്കും സീക്കും കോട്ടും. അപ്പം നമുക്ക് ഈ ഒരു വാല്യൂസ് പഠിച്ചു വെച്ചിരുന്ന ഏതാണ്, സൈൻ 0 മുതൽ 360 ഡിഗ്രി വരെയുള്ള സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും 0 മുതൽ 360 ഡിഗ്രി വരെയുള്ള ഒരു വാല്യൂ നമ്മൾ കണക്കാക്കി പഠിച്ചു വെച്ചിരുന്ന നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്തോ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എവിടെയാണ് കിട്ടുന്നത്, അതിൻ്റെ 1/, അല്ലെങ്കിൽ റിവേഴ്സ് എടുത്ത് അല്ലെങ്കിൽ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ബാക്കി കൊസിക് തീറ്റയും സീക്ക് തീറ്റയും കോട്ട് തീറ്റയും കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പോലെ നമുക്ക് മനസ്സിലാക്കി വെച്ചുകൂടാ. എൻ്റെ റിലേഷൻ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എല്ലാം കാണാതെ പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇനി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ 6 ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ആണ് ട്രിഗ്നോമെട്രിയിലുള്ളത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, സീക്ക് തീറ്റ, കൊസിക് തീറ്റ, കോട്ട് തീറ്റ. അപ്പോൾ ഇത് ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ പറ്റിയുള്ള ഡീപ്പ് നോളജ് നമുക്ക് ആവശ്യമാണ്. കാരണം ഓരോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനും ഓരോ ആപ്ലിക്കേഷൻസ് ആണുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഇതിൽ നാവിഗേഷൻ യൂസ് ചെയ്യുമ്പോൾ കൺസെപ്റ്റ് അല്ല ഒരു ബെഞ്ചിൽ വെച്ച് നമ്മൾ ബുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ സ്ലോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വീടിന് ഒരു സ്ലോപ്പ് കൊടുക്കുന്നു, അല്ലെ ഒരു ഫൗണ്ടേഷൻ്റെ ലെവൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് റൂഫ് സെറ്റ് ചെയ്യുമ്പോൾ എത്ര ആംഗിളിൽ എത്ര സ്ലോപ്പിൽ ചെയ്താൽ സ്റ്റേബിൾ ആയിട്ട് അത് നിൽക്കുക എന്നൊക്കെ കൺസിഡർ ചെയ്യുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉപയോഗിച്ച് തന്നെയാണ്. അപ്പം അത് ഓരോ ഫംഗ്ഷൻസും എന്താണെന്നുള്ളത് ഒരു ഡീപ്പ് സ്റ്റാൻഡേർഡ് നോളജ് നമുക്ക് വേണം. മാത്രമല്ല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഇതിൻ്റെ പക്ക ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കും. അതെന്താണെന്നുള്ളത് ഓരോ ഇതിന് ഏത് വാല്യൂസ് നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ റിലേഷൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡീപ്ലി നമ്മൾ മനസ്സിലാക്കി പോയാൽ നമുക്ക് എളുപ്പമായിരിക്കും. സൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നമ്മൾ നേരത്തെ ആ ക്ലാസിക് ട്രയാങ്കിളിൻ്റെ ഒരു ഇത് കണ്ടല്ലോ, എവിടെയാണ് ഓപ്പോസിറ്റ് വരുന്നത്, എവിടെയാണ് ബേസ് വരുന്നത്, ഹൈപ്പോട്ടന്യൂസ് വരുന്നതെന്ന് അറിയാലോ. അപ്പോൾ അത് വെച്ച് സൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ടാൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇത് സൈൻ ഫംഗ്ഷൻ ആണ്. ടാൻജന്റ് ഫംഗ്ഷനാണ് ടാൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് ആണ്. കൊസൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോസ് എന്ന് പറയുന്നത് എന്താണ്, അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, കൊസീക്കൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോസീക്ക്, ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. കാരണം എന്താ, കൊസീക്കൻറ്റ് എന്ന് പറയുന്നത് സൈനിന്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, സീക്കൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, കോസിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസ്റ്റന്റ്. കോടാൻജന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോട്ട് എന്ന് പറയുന്നത് എന്താണ്, അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയാം. അത് ടാൻ ഫംഗ്ഷന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പം ആദ്യത്തെ 3 സൈനും കോസും ടാനും എന്ന് പറയുന്ന റിലേഷൻസ് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് എളുപ്പമായിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള കൊസീക്കൻറ്റും സീക്കൻറ്റും കോടാൻജന്റും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓഡ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് കൺസെപ്റ്റ്, അതായത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഓടാവുന്ന എപ്പോഴായിരിക്കും, f(-x), അതായത് ഫംഗ്ഷൻ്റെ അകത്ത് കിടക്കുന്ന വേരിയബിൾ f(-x) എന്ന് പറയുന്നത് ആ മൈനസ് പുറത്ത് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അത് സിമ്മട്രിക് ആണ്, ഒറിജിനുമായിട്ട് സിമ്മട്രിക് ആണ്. മാത്രമല്ല അത് ഓഡ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവൻ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഇവൻ ആകുമ്പോൾ എന്താണ്, f(-x) എന്ന് പറയുന്ന അകത്തുള്ള ഫംഗ്ഷൻ്റെ എക്സിൻ്റെ വേരിയബിൾ ഒരു നെഗറ്റീവ് നമ്പർ കൊടുത്താലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ, അത് വിത്ത് സിമ്മട്രിക് ടു ദി ഒറിജിൻ ആണെങ്കിൽ, അല്ലെങ്കിൽ y ആക്സിസ് ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാൻ പറ്റും, അത് ഇവൻ ആണ് എന്ന് പറയാൻ പറ്റും, ഇവൻ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൽ ഏതൊക്കെയാണ് ഓഡ് ഫംഗ്ഷൻ, ഏതൊക്കെയാണ് ഇവൻ ഫംഗ്ഷൻ നോക്കിയാൽ sin(-x) എന്ന് പറഞ്ഞാൽ -sin(x) ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ഓഡ് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായി. cos(-x) എന്ന് പറഞ്ഞാൽ cos(x) ആണ്. അപ്പോൾ അതൊരു ഇവൻ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായി. tan(-x) എന്ന് പറഞ്ഞാൽ -tan(x) ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. cosecant(-x) എന്ന് പറഞ്ഞാൽ -cosecant(x) ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്, അതും ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. sec(-x) എന്ന് പറഞ്ഞാൽ sec(x) ആണ്. അതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, cot(-x) എന്ന് പറഞ്ഞാൽ -cot(x) ആണ്. അതൊരു ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ എവിടെയെല്ലാം മൈനസ് ഓഫ് വാല്യൂ എടുക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് കാണിക്കുന്നു, അതല്ല ഈവൻ ഫംഗ്ഷൻസും എവിടെയെല്ലാം അത് നെഗറ്റീവ് ആയിട്ട് കാണിക്കുന്നു, ആ ഫംഗ്ഷൻസ് എല്ലാം ഓഡ് ഫംഗ്ഷൻസ് ആണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി ഈ കൊസൈനും സീക്കൻറ്റും എന്ന് പറഞ്ഞാൽ ഇവൻ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. അതുപോലെ സൈൻ, ടാൻജന്റ്, കൊസിക്കൻറ്റ്, കോട്ട് ടാൻജന്റ് എന്നൊക്കെ പറയുന്നത് ഓഡ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ട്രിഗ്നോമെട്രിക് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ കോമൺലി യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്, 0 ഡിഗ്രി ഉണ്ട്, 30 ഡിഗ്രി ഉണ്ട്, 45 ഡിഗ്രി ഉണ്ട്, 60 ഡിഗ്രി ഉണ്ട്, ആൻഡ് 90 ഡിഗ്രി ഉണ്ട് അല്ലേ. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, സൈൻ ഉണ്ട്, കൊസൈൻ ഉണ്ട്, ടാൻജന്റ് ഉണ്ട് അല്ലേ.
അത് ഈസി ടു മെമ്മറൈസ് ആണ്. ഓരോന്നിൻ്റെ ആംഗിൾസ് എല്ലാം മനസ്സിലാക്കും. ടു ഫൈൻഡ് ദീസ് ആംഗിൾസ്, ഈ ആംഗിൾസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചിട്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് അതിൽ മെഷർ ചെയ്ത് അല്ലെങ്കിൽ സൈഡ്സ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ട്രിഗ്നോമെട്രിക് ആംഗിൾസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ നമ്മൾ ട്രിഗ്നോമെട്രിക് ആംഗിൾസിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അല്ലെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ -1 ഓഫ് പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയാം. ഏതാണ് തീറ്റ എന്ന് പറഞ്ഞാൽ -1 ഒന്നല്ല, സൈൻ ഇൻവേഴ്സ് എന്ന് പറയാം. സൈൻ ഇൻവേഴ്സ് അതുപോലെ അതായത് ഈ സൈൻ തീറ്റ അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ തീറ്റ എടുക്കണം, സൈൻ ഇൻവേഴ്സ് എടുക്കണം. ഓക്കെ, സൈൻ ഓഫ് -1 അല്ല, അവിടെ സൈൻ ഇൻവേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, പ്രിന്റിങ്ങിലുള്ള മിസ്റ്റേക്ക് ആണ്, സൈൻ ഇൻവേഴ്സ് ആണ് കേട്ടോ. ഇനി തീറ്റ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതുപോലെ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണ്. ഇനി ട്രിഗണോമെട്രിക് ടേബിൾസ് സൈൻ തീറ്റ നമ്മൾ നേരത്തെ പറഞ്ഞു 0 മുതൽ 90 ഡിഗ്രി വരെയുള്ള വാല്യൂസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. 0 1/2 1/√2 √3/2 1 എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ ഇത്, കോസിൻ്റെ 1 √3/2 1/√2 1/2 0 എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂസ്. ടാൻ ആണെങ്കിൽ 0 1/√3 1 √3 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂസ്. ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ കൊസിക്കും സിക്കും കോട്ടും കിട്ടും, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ 3 വാല്യൂസിൻ്റെ സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും 0 ഡിഗ്രി 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി എന്നുള്ള വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് എന്ത് എളുപ്പമായിരിക്കും, ബാക്കിയുള്ളത് അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും, അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പം അങ്ങനെ അത് ഓർത്ത് വെച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് കുറേ ട്രിഗണോമെട്രിക് ഫോർമുലാസ് ഉണ്ട്. ട്രിഗണോമെട്രിക് ഫോർമുലാസ് എന്ന് പറയുന്നതിനെ പൈതഗോറിയൻ ഐഡന്റിറ്റീസ് എന്നും പറയും. ഉദാഹരണത്തിന് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. ടാൻ 2 തീറ്റ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ സീക് 2 തീറ്റ ആണ്. കോട്ട് 2 തീറ്റ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ കൊസീക് 2 തീറ്റ ആണ്. സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണ്. കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നാണ്. ടാൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്നാണ്. കോട്ട് 2 തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് 1/2 കോട്ട് തീറ്റ. അത് ഏകദേശം ഒരു ടാൻ 2 തീറ്റയും കോസ് 2 തീറ്റ എന്ന് പറയുന്നത് ഒരു ഇൻവേഴ്സ് പോലെ ഫംഗ്ഷൻ വരുന്നുണ്ട്. ടാൻ 2 തീറ്റ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ കൊസീക് 2 തീറ്റയും കോട്ട് 2 തീറ്റ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ കൊസീക് 2 തീറ്റയാണ്. അത് നമുക്ക് ഓർത്തിരിക്കാൻ ബെറ്റർ എന്ന് പറയുന്നത് എന്താണ്, 1 എന്ന് പറയുന്നത് എന്താണ്, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, അതിൻ്റെ കോസിൻ്റെ ഇൻവേഴ്സ് ആണ് സീക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം. കോട്ടിൻ്റെ കേസിൽ നമുക്ക് എടുക്കുമ്പോൾ കൊസീക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയാണ് 1, അതിൽ സൈൻ സ്ക്വയർ തീറ്റയുടെ ഇൻവേഴ്സ് ആണ് കൊസീക് 2 തീറ്റ എന്ന് നമുക്ക് മനസ്സിലാക്കി അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ള ഒരു കൺസെപ്റ്റും കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ള ഒരു കൺസെപ്റ്റുമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് എന്തെങ്കിലും ഇതെല്ലാം ബേസിക് ഇതാണ്, ഇതെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത് ഒരിക്കലും 10ാം ക്ലാസ്സുകാർക്കോ +2കാർക്കോ വേണ്ടി മാത്രമുള്ളതല്ല. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം SSCക്ക് ആയാലും BSCക്ക് ആയാലും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കായാലും ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പം അതിൽ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബേസ് എന്ന് പറയുന്നത് വളരെ വേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ ട്രിഗണോമെട്രിക് ഫോർമുലാസ് സം ആൻഡ് ഡിഫറൻസ് ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പം ആംഗിൾസ് U and V ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറേ ഫോളോയിങ് റിലേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. സൈൻ U + V എന്ന് പറഞ്ഞാൽ സൈൻ U കോസ് V പ്ലസ് കോസ് U സൈൻ V എന്ന് പറയാം. കോസ് U + V എന്ന് പറഞ്ഞാൽ കോസ് V മൈനസ് സൈൻ U സൈൻ V എന്ന് പറയാം. ടാൻ U + V എന്ന് പറഞ്ഞാൽ ടാൻ U + ടാൻ V ബൈ 1 മൈനസ് ടാൻ U ടാൻ V എന്ന് പറയാം. അതുപോലെ സൈൻ U - V എന്ന് പറഞ്ഞാൽ സൈൻ U കോസ് V മൈനസ് കോസ് U സൈൻ V എന്ന് പറയാം. കോസ് U - V എന്ന് പറഞ്ഞാൽ കോസ് V പ്ലസ് സൈൻ U സൈൻ V എന്ന് പറയാം. ടാൻ U - V എന്ന് പറഞ്ഞാൽ ടാൻ U മൈനസ് ടാൻ V ബൈ 1 പ്ലസ് ടാൻ U ടാൻ V എന്ന് പറയാം. അപ്പോൾ സൈൻ U + V വരുന്ന സമയത്ത് എന്താണ്, നടുക്ക് പ്ലസ് വരുന്നു. കോസ് പ്ലസ് വരുമ്പോൾ മൈനസ് വരുന്നു. സൈനിൻ്റെ മൈനസ് വരുമ്പോൾ അവിടെ മൈനസ് തന്നെയാണ്, നടുക്ക് മൈനസ് വരുന്നു. കോസിൻ്റെ മൈനസ് വരുമ്പോൾ പ്ലസ് വരുന്നു. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോസിൻ്റെ ഇതിനെല്ലാം ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ കോസ് ടേമും 2 ആംഗിൾസ് കോസ് സെയിം സൈഡിലും സൈൻ എന്ന് പറഞ്ഞാൽ അടുത്ത സൈഡിലും ആയിരിക്കും. പക്ഷേ സൈനിൻ്റെ എന്ന് പറഞ്ഞാൽ 2 മിക്സ് ചെയ്തിരിക്കും. സൈൻ U കോസ് V അതുപോലെ കോസ് U സൈൻ V എന്നുള്ള രീതിയിലായിരിക്കും നിൽക്കുന്നത്. ടാനിൻ്റെ വളരെ എളുപ്പമാണ്. ടാൻ U + V ബൈ 1 മൈനസ് ടാൻ U ടാൻ V. അതെന്ന് പറയുന്നത് ടാൻ U + V ആണെങ്കിൽ മുകളിൽ പ്ലസും താഴെ മൈനസും ആയിരിക്കും. പക്ഷേ ടാൻ U - V എന്ന് പറഞ്ഞാൽ മുകളിൽ മൈനസും താഴെ പ്ലസും ആയിരിക്കും. അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് പറയാനുള്ള ട്രിഗണോമെട്രിക് ഫോർമുലാസ്. ഇനി നമ്മൾ ഡീപ്ലി കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊരു പറഞ്ഞില്ലേ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. മാക്സിമം കൂടുതൽ ഇതുപോലെയുള്ള കണ്ടന്റുകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ കീപ് ഗോയിങ് പോസിറ്റീവ്ലി. ഹാവ് എ നെക്സ്റ്റ് ഡേ.